പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മളെ വീണ്ടും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വചനത്തിലേക്ക് വിളിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിലേക്ക് നമുക്ക് യോഹന്നയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 7-ാം തിരുവചനമാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. പ്രൈസ് ദി ലോർഡ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വായിച്ചതാണ്. മലബാറിൽ ഒരു കുഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. ആ ബ്രിട്ടീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു സായിപ്പ് തൻ്റെ കാറിലെ എസ്റ്റേറ്റ് സന്ദർശിക്കാനെത്തി. ആ നാട്ടിലെ മനുഷ്യരാരും കാറ് കണ്ടിട്ടില്ല. തുറിച്ച കണ്ണുകൾ പോലെയുള്ള ലൈറ്റുകൾ, ഉന്തി നിൽക്കുന്ന മൂക്ക്, കറുത്തിരുണ്ട നിറം, ആ പഴയ മോഡൽ കാറുകൾ കണ്ട പലരും പേടിച്ചോടി. പക്ഷേ നാട്ടുകാരനവർ ധൈര്യശാലികളായിരുന്നു. അദ്ദേഹം അതിൽ മുതിർന്ന ഒരാളെ വലിയ വെടിയെടുത്ത് അടുത്തുനിന്നിരുന്ന അവളോട് വിളിച്ചു പറഞ്ഞു, മലമണ്ട് വരുന്നോടെ എല്ലാവരും ഓടി വരൂ. മലമണ്ടിനെ കൊല്ലാനായി എല്ലാവരോടും വരാൻ പറഞ്ഞു. ജനം വടിയുമായി ഓടിയെടുക്കുന്നത് കണ്ട സായിപ്പ് കാർ നിർത്തി പുറത്തിറങ്ങി. തലേ ദിവസം കണ്ട സായിപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും വടികൾ താഴെയിട്ടു. എല്ലാവർക്കും ലജ്ജയോടാണെങ്കിലും കാർ എന്ന മലമണ്ടിനെ അവർ അത്ഭുതപൂർവ്വം നോക്കി കണ്ടു. അന്ന് വരെയും കാണാതിരുന്ന ഒന്നിനെ കാണുമ്പോൾ ഭയമുണ്ടാവുക സ്വാഭാവികമാണ്. ഭയം തോന്നിയാൽ മനുഷ്യൻ 2 വിധത്തിലാണ് പ്രതികരിക്കുക. ഒന്നുകിൽ ഓടി അകലും, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവിതം എപ്പോഴും പുതുമകൾ നിറഞ്ഞതാണെന്നുള്ള സത്യം തിരിച്ചറിയുക. പുതുമകളെ സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുക എന്നതാണ് നാം ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ദൈവമാണ്. അതിനാൽ നമ്മുടെ ഇതുവരെയുള്ള അറിവുകളെയും അനുഭവങ്ങളെയും മുറുകെ പിടിക്കുമ്പോഴും ഇനിയും ദൈവം പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അറിവുകളെയും അനുഭവങ്ങളെയും നിഷേധിക്കുക എന്ന മണ്ടത്തരത്തിലേക്ക് നാം ചെന്ന് ചാടാനിടയുണ്ട്. സഭയിലെ നവീകരണം ആരംഭിച്ചപ്പോൾ അതിനെ ഭയത്തോടും വെറുപ്പോടും കൂടി വീക്ഷിച്ചവർ അനേകരാണ്. തങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൽ നിന്നും വിഭിന്നമായി ഇതിനെ സ്വീകരിക്കാൻ അവർ മടിച്ചു. എങ്കിലും നവീകരണം വളരുകയും വ്യാപിക്കുകയും ചെയ്തു. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നവീകരണം എന്നത് നിരന്തരമായൊരു പ്രക്രിയയാണ്. കാരണം ഏത് നവീകരണവും കുറെ കഴിയുമ്പോൾ പഴഞ്ചനാകും. അപ്പോൾ അതിനും പുതുതാക്കൽ അല്ലെങ്കിൽ ഒരു റീക്രിയേഷൻ വേണ്ടി വരും. ഒരിക്കൽ നവീകരണം എന്ന് ധരിച്ചിരുന്ന പ്രക്രിയകളും പ്രസ്ഥാനങ്ങളും വ്യവസ്ഥാപിതമായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും പുതിയ വഴികൾ തേടും, പുതിയ വ്യക്തികളെ ഉയർത്തും, പുതിയ തരത്തിലുള്ള ദൈവവിളികളും കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന തരത്തിലുള്ള ശുശ്രൂഷകളും അതാണ് നമ്മളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തരംഗങ്ങളിൽ താഴ്ന്നു പോകാനുള്ള ഏകമാർഗം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിരിക്കുക എന്നതാണ്. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തി നിരന്തരം പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കും. സ്വന്തം ചിന്തകൾക്കും പദ്ധതികൾക്കും അനുഭവങ്ങൾക്കും അപ്രമാദിത്വം കൽപ്പിക്കുന്ന നവീകരണ ശുശ്രൂഷകരെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ മുന്നേറ്റത്തിൽ പിന്തള്ളപ്പെട്ടു പോകും. തീർച്ചയാണ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതായി രുചിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, ഓരോ നിമിഷവും പുതിയ ആകാശം പുതിയ ഭൂമിയും ദർശിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ചിന്തിക്കണം എൻ്റെ ജീവിതവും ശുശ്രൂഷയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ എന്ന്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി പുതുമകളെ പേടിക്കില്ല. എപ്പോഴും എല്ലാറ്റിനെയും നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസാദമാണ് പുതുമ എന്ന് പറയുന്നത്. ഈ പ്രസാദം സ്വീകരിക്കുന്നവർ ഒരിക്കലും പഴഞ്ചനാകില്ല. പ്രായം എത്ര കൂടിയാലും പരിശുദ്ധാത്മാവ് ഇതുവരെയും പ്രവർത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിൽ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ഉള്ളതിനേക്കാൾ അധികമായിട്ട് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് സന്തോഷമുള്ളവരാൻ കഴിയണം. അതിന് സാധിക്കണം. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ മറ്റുള്ള മാധ്യമങ്ങൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഓരോ നിമിഷത്തിലും ഓരോ ദിവസത്തിലും കാലങ്ങൾ കഴിയുന്നതും പുതിയതായി പല പല കാര്യങ്ങളിലോടും ദൈവരാജ്യം പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ അനുഭവങ്ങളല്ല ഇന്ന് ദൈവരാജ്യം വികസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിട്ടുകൊടുക്കാം. കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമുക്ക് അത് അറിയാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൽ കൂടിയുള്ള ജീവിതവും. നമുക്കൊന്ന് വിട്ടുകൊടുക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവിൻ്റെ ചലനത്തോടൊപ്പം എന്നും ചരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ സ്വപ്നങ്ങളും പദ്ധതികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ പ്രചോദനത്തെക്കുറിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.